റാഷിദ് വളാഞ്ചേരിയിൽ നിന്നും. റാഷിദ് ചോദിക്കാം. ഡോക്ടർ, ചോദിച്ചോളൂ. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ വായിച്ച് പരിചയമുള്ളതുകൊണ്ട് ചോദിക്കുകയാണേ, അതെന്താണ് അങ്ങനെ പറയുന്നത്? അല്ല, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾക്ക് അവരുടെ ആ ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഉണ്ട്. പ്രധാനമായിട്ടും ആൻറ്റിബയോട്ടിക്കുകൾ കോശത്തിൻ്റെ സെൽ വാളുകളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്. ഇപ്പോൾ ബാക്ടീരിയയുടെ സെൽ വാളിനെ അറ്റാക്ക് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റേതെങ്കിലും സൈറ്റോപ്ലാസത്തിലേക്ക് പോയിട്ട് അവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും സെല്ലുകൾ ഓർഗനൽസിനെയാണ് അറ്റാക്ക് ചെയ്യുക. പക്ഷേ നമ്മൾ വൈറസിൻ്റെ കേസ് എടുത്താൽ വൈറസിന് ഒരു സെൽ വാളേ ഇല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, വൈറസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു ജനിതക മെറ്റീരിയൽ, അതിന് ഒരു പ്രോട്ടീൻ കവറിങ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഈ പ്രോട്ടീൻ കവറിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ആക്ഷൻ മോഡ് അത് ബാക്ടീരിയകൾക്ക് എതിരെ എന്നുള്ള രീതിയിൽ, കാരണം ബാക്ടീരിയകളെ മാത്രം അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് വൈറസിനെതിരെ പ്രായോഗികമാവാത്തത്. അല്ല, ഇപ്പം പനി വന്നാൽ പോലും കൂടുതലും ആൻറ്റിബയോട്ടിക്കുകളാണല്ലോ പ്രിഫർ ചെയ്യാത്തത് ഡോക്ടർമാർ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, ഡോക്ടർമാർ പൊതുവെ ആൻറ്റിബയോട്ടിക്കുകൾ പ്രിഫർ ചെയ്യുന്നത് അത് പനിയുടെ ലക്ഷണം, അതിൻ്റെ രീതി അനുസരിച്ചാണ്. ഇപ്പോൾ വൈറൽ ഫീവർ അതോടുകൂടെ മറ്റെന്തെങ്കിലും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ വൈറൽ ഫീവറുകളിൽ ഇപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ഒഴിവാക്കണം എന്നുള്ള ഒരു പൊതു തത്വത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങളിലൊന്നാണ്. മറ്റു പല കാരണങ്ങളുണ്ട്. ബാക്ടീരിയകൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ജനിതക മാറ്റങ്ങളിലൂടെയും മറ്റു പല കാരണങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അമിതമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അതിലൊരു കാരണമാണ്. മറ്റൊന്ന്, നമ്മളുടെ നിത്യം ഉപയോഗിക്കുന്ന വെള്ളം, കുടിവെള്ളം, ഇപ്പോൾ നമ്മളത് കുടിക്കുന്ന വെള്ളം, ഈ ഇരിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും, കുളിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും, ഇവൻ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒട്ടനവധി ബാക്ടീരിയകൾ, നമ്മൾ കാണാത്ത തരത്തിലുള്ള സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പം ഇതുമൂലം ഇത് അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടോ? നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള ബാക്ടീരിയസ്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സൂക്ഷ്മജീവികൾ ഒട്ടനവധി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അങ്ങനെയെങ്കിൽ ഈ സൂക്ഷ്മജീവികൾക്ക് ഇത് റിക്കവർ ചെയ്യാനുള്ള ഒരു പ്രതിരോധം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അന്തരീക്ഷത്തിൽ തന്നെ ധാരാളം വിവിധ തരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടായേക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ എല്ലാം ഉണ്ടായേക്കാം. ഇതിലുണ്ട് മില്യൺ കണക്കിന്. ഇപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ആയിരക്കണക്കിന് ഓർഗാനിസംസ് ഉണ്ടാവും, മൈക്രോ ഓർഗാനിസംസ്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾക്ക് രോഗം ഉണ്ടാക്കണമെന്നില്ല. കാരണം ചില മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിനോട് ഇഴകി ജീവിക്കുന്നവയാണ്. അതല്ലെങ്കിൽ രോഗങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ അങ്ങ് പോകുന്നവയാണ്. വേറെ ചിലത് രോഗങ്ങൾ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളതിനെ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ് എന്ന് വിളിക്കും. അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലോ അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ പ്രോപ്പർ ആണെങ്കിലോ അവ രോഗം ഉണ്ടാക്കില്ല. അതേസമയം ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ രോഗം ഉണ്ടാക്കും. അങ്ങനത്തെ രോഗങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ജലജന്യ രോഗങ്ങളെന്ന് പറയും. ആ ജലം ഈ രോഗാണുവിനെ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ ഇഷ്ടംപോലെ വൈറസുകളോ ബാക്ടീരിയകളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിന് ഒന്നുകിൽ അവ ബുദ്ധിമുട്ടുണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന്. അതെ, ഇമ്മ്യൂണിറ്റി പവർ. നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ വ്യവസ്ഥയുണ്ട്. ആ പ്രതിരോധ വ്യവസ്ഥ ഇത്തരം കാര്യങ്ങളെ ഓവർകം ചെയ്യും.